നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പറഞ്ഞു വരുമ്പോൾ വമ്പൻ ടീമൊക്കെയാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ കിരീട സാധ്യതയുള്ള കൂട്ടരുമാണ്. പക്ഷെ ഒരു സംഗതിയുണ്ട്, 2010 വേൾഡ് കപ്പ് അവരടിച്ചതിന് ശേഷം വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഒറ്റ കളിയും ജയിച്ചിട്ടില്ല സ്പെയിന്. അതാണ് സ്പെയിന്. നമ്മളിങ്ങനെ പറയുമ്പോൾ വലിയ സംഭവങ്ങളൊക്കെ പറയും. സമീപകാലത്ത് ഇവരുടെയൊക്കെ പെർഫോമൻസിൻ്റെ കണക്കൊന്ന് നമ്മൾ വേൾഡ് കപ്പിലൊക്കെ എടുത്താൽ പരിതാപകരമാണെന്നേ. കൃത്യമായി പറഞ്ഞുതരാം. 2010 അവർ വേൾഡ് കപ്പ് നേടിയതാണ്. 2014 വേൾഡ് കപ്പിൽ അവർ ലോക ചാമ്പ്യന്മാരായിട്ട് കളിക്കാനിറങ്ങി. നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് സ്റ്റേജിൽ പൊട്ടി പുറത്തായി. നോക്കണം, നെതർലൻഡ്സിനോട് ഒരു ഓപ്പണിംഗ് മാച്ചിലെ ഡിഫീറ്റ്, ദെൻ അതിനുശേഷം അവർ ചിലിയോട് ഈ പറയുന്ന പോലെ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങി, 2-0 തോൽവി ഏറ്റുവാങ്ങി. പിന്നെ ഒരു കൺസലേഷൻ പിന്നെ 3-0 അവർ ഓസ്ട്രേലിയക്കെതിരെ ജയിച്ചു എന്നതൊഴിച്ചാൽ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന്, ഗ്രൂപ്പ് ബിയിൽ നിന്ന് 3-ാം സ്ഥാനവും കൊണ്ട് അവർ പുറത്തായി. ഇന്ന് ലോക ചാമ്പ്യന്മാരായിട്ട്, നിലവിലെ ചാമ്പ്യന്മാരായിട്ട് 2014 ഇറങ്ങിയപ്പോൾ 2018 അവർ റൗണ്ട് ഓഫ് 16 പൊട്ടി പുറത്തായി. ഗ്രൂപ്പ് സ്റ്റേജിൽ പോർച്ചുഗലുമായിട്ട് 3-3 സമനില. ഏത് നമ്മുടെ ക്രിസ്ത്യാനോയുടെ ഹാട്രിക്ക് പറഞ്ഞ കളി. ഇറാനെ 1-0 തോൽപ്പിച്ചു. മൊറോക്കോയുടെ 2-2 സമനില. ആ വേൾഡ് കപ്പ് ജയിച്ചത് ഒറ്റക്കളി. നോക്കൗട്ട് സ്റ്റേജിലോ റഷ്യയോട് അവർ പരാജയപ്പെട്ടു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. 1-1 സമനിലയായിരുന്നു. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-4 പൊട്ടിപ്പുറത്തായി. 2022 വേൾഡ് കപ്പിലോ ഗ്രൂപ്പ് സ്റ്റേജിൽ 7-0 വിജയം കോസ്റ്റാറിക്കയ്ക്കെതിരെ നേടിക്കൊണ്ടാണ് തുടങ്ങിയത്. 1-1 സമനില ജർമ്മനിയുമായിട്ട്. ജപ്പാനോട് 1-2 തോറ്റു. അങ്ങനെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായിക്കൊണ്ട് അവർ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തി. നോക്കൗട്ട് സ്റ്റേജിൽ മൊറോക്കോ അവരെ 0-0 സമനിലയിൽ പിടിച്ചു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-0 പൊട്ടിച്ച് പുറത്താക്കി. അപ്പോൾ ഇതാണ് ഇവരുടെ സമീപകാലത്തെ വേൾഡ് കപ്പിലെ ചരിത്രം. പറയുമ്പോൾ ഇങ്ങനെ വലിയ ടീമൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ 16 കൊല്ലക്കാലമായിട്ട് ഒരൊറ്റ വേൾഡ് കപ്പ് നോക്കൗട്ട് മത്സരവും ജയിച്ചിട്ടില്ല. അതാണ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ ടൈറ്റിൽ, സ്പെയിൻ എഗെയിൻസ്റ്റ് ഓസ്ട്രിയ ആൻഡ് 16-year-old ഗോസ്റ്റ്. 16 കൊല്ലക്കാലമായിട്ടുള്ള പ്രേതം എന്ന് പറഞ്ഞാൽ 16 കൊല്ലക്കാലമായിട്ട് അതിനിടക്ക് നടന്ന വേൾഡ് കപ്പുകളിലൊന്നും അവർ ഈ നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങൾ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ ലൂയിസ് ഡിലാഫ്യൂവിൻ്റെ ഈ കളിക്കിറങ്ങുമ്പോൾ അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ ടീമിൽ എനിക്കിപ്പോൾ മുമ്പെന്നത്തേതിനേക്കാളും വിശ്വാസമുണ്ട്. കാരണം ഈ ബോയ്സ് ലോകത്തെ ഏറ്റവും മികച്ചവരാണ് എന്നെനിക്ക് വ്യക്തമാണ്. ആസ് ദി ഡേയ്സ് ഗോ ബൈ, ദിവസങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് മോർ ആൻഡ് മോർ ഫെയ്ത്താണ്, മോർ ആൻഡ് മോർ വിശ്വാസമാണ്, കൂടുതൽ വിശ്വാസമാണ് ഈ ടീമിൽ. എല്ലായ്പ്പോഴും എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഇവരാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ആ ബെസ്റ്റിൻ്റെ പ്രകടനം ഇന്ന് പുറത്തെടുക്കണം, അല്ലെങ്കിൽ ഓസ്ട്രിയ പണിതിട്ട് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ മത്സരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം. ഇപ്പോൾ റാൽഫ് റാഗ്നിക്ക്, അദ്ദേഹം ഓസ്ട്രിയയുടെ കോച്ചാണല്ലോ, അദ്ദേഹം പറയുന്നുണ്ട് 1-2 കാര്യങ്ങളൊന്ന് ബെറ്ററാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെയിനെതിരെ ചാൻസ് ഉണ്ട് എന്നാണ്. അത് ഏതാണോ 1-2 കാര്യങ്ങൾ എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ലോജിക്കൽ, ഞങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഡിഫൻസീവ് പെർഫോമൻസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ആസ് എ ഹോൾ ടീം ഡിഫൻസീവ് പെർഫോമൻസ് ഒന്ന് മെച്ചപ്പെടുത്തണം. അപ്പം ഞങ്ങൾക്കറിയാം 1-2 കാര്യങ്ങൾ, കപ്പിൾ ഓഫ് തിങ്സ് കുറച്ചുകൂടി ബെറ്ററായി ചെയ്താൽ ഞങ്ങൾക്ക് സ്പെയിനെതിരെ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സോ ഈ ടീമിൽ നിന്ന് ഞങ്ങൾ ആരോടാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് അതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ മെനയും എന്നുകൂടി ഇപ്പോൾ അവരുടെ കോച്ചും പറയുന്നു. ചുരുക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോരാട്ടം ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന അർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സിൽ എത്താം.